ഹലോ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫാമിലിയിൽ കല്യാണം. അപ്പോൾ ഇതുവരെയൊക്കെ പെണ്ണിൻ്റെ വീട്ടിലത്തെ പരിപാടി എന്നിട്ടൊക്കെ കഴിഞ്ഞത് മൊത്തം. ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന തലേന്നത്തെ പരിപാടി ചെക്കൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതലാണ് ചെക്കൻ്റെ വീട്ടിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇന്നിപ്പോൾ ചെക്കൻ്റെ വീട്ടിലത്തെ പരിപാടിയാണ് കേട്ടോ. പരിപാടി നടക്കുന്നത് ഇവിടെ ഫറൂഖിലുള്ള മലബാർ മറീന എന്ന് പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിക്കാട്ടോ ഞങ്ങൾ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലത്തെ കല്യാണമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് റെഡി ആയിട്ടുള്ളത്. 10 മണിക്കാണ് കേട്ടോ എല്ലാവരോടും റെഡിയായി നിൽക്കാൻ പറഞ്ഞ എല്ലാ ഫാമിലിയിലുള്ളവരും. ഇവിടെ ഉപ്പാൻ്റെ വീട്ടിൽ 9 ആൾക്കാരാണ് കേട്ടുള്ളത്. അമ്മായി, ബാക്കി എളാപ്പാരും മൂത്താപ്പാരും എല്ലാവരും കൂടി ചേർന്ന് 9 ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മൂത്താപ്പാൻ്റെ മോൻ്റെ കൂടെ ഇവിടെ എത്തിയിട്ടോ. ഇവിടെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഇവരെ കുറച്ച് ഫങ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ചെക്കൻ്റെ ഉമ്മയും പെണ്ണിൻ്റെ ഉമ്മയും അവരെ ചെറുപ്പകാലങ്ങൾ, പുതിയണ്ണിൻ്റെയും പുതിയാപ്പിൻ്റെയും കാലങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ആദ്യം വന്നിരുന്നത്. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി ചെയ്യുന്നു കേട്ടോ. उसने जाना कि तू भी देखे उसने जाना चलाया मेरे चेहरे के പിന്നെ ഇവർ രണ്ടാളും NSലായിരുന്നു കേട്ടോ പഠിച്ചിരുന്നത്. അപ്പോൾ ഇവരെ പഠിപ്പിച്ചിരുന്ന ടീച്ചറുണ്ട്. അപ്പോൾ ആ ടീച്ചർ ഇവരുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവച്ചു. പിന്നെ എളാപ്പ, മൂത്താപ്പ, അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ അവരെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടോ. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മധുരം കൊടുക്കാനായിട്ടും 2 ഉമ്മമാരെയും വിളിച്ചൊക്കെ ചെയ്തിട്ടോ. ഈ ഒരു തുടക്കം, ഈ ഒരു അവസരത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും വേദിയിലെത്തിച്ചേരണം. ഇരുവശങ്ങളിലുമായിട്ട് നിന്ന് അവർക്കുള്ള മധുരം നൽകുന്നത്. മധുരം നിറഞ്ഞ ഒരു ദിവസങ്ങൾ, മധുരം നിറഞ്ഞൊരു ജീവിതം രണ്ടുപേർക്കും അള്ളാഹുവിൻ്റെ പേരിൽ ആശംസിക്കുകയാണ്. പരിപാടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫോട്ടോ സെക്ഷനും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഫുള്ളും ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് ഒന്നിനും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. മക്കൾ രണ്ടുപേരും നല്ല വാശിയിലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ട് നല്ല അടിപൊളി ഫുഡും പിന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങളൊരു 2:15 ആയപ്പോൾ അവിടുന്ന് മടങ്ങി കേട്ടോ. പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെയും കൂടി കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. മോളാണെങ്കിൽ ഭയങ്കര ഫുള്ള് കച്ചറ. അവൾ കാറുന്നൊക്കെ ഓരോന്നിന് വാശി പിടിക്കുക. ഒന്നാമതോളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാശി പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിതാ വീട്ടിലെത്താനും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്ന ഞാൻ എടുത്തിരുന്ന വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.